ഞാനൊരു മോഡൽ ഡൗൺലോഡ് ചെയ്തു. അത് ബ്ലെൻഡറിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് അതിന്റെ സൈസ് കൂട്ടി. ശേഷം ഒരു പില്ലർ മോഡൽ ചെയ്ത് ക്യാരക്ടറിന്റെ കൈ വരുന്ന ഭാഗത്ത് നേരെ അലൈൻ ചെയ്തു വെച്ചു. തുടർന്ന് അനോട്ടേഷൻ പെൻസിൽ എടുത്ത് അതിന്റെ പ്ലേസ്മെന്റ് ഓപ്ഷൻ 3D കഴ്സറിൽ നിന്നും സർഫസിലേക്ക് മാറ്റി. എന്നിട്ട് ഇടി കൊള്ളുന്ന ഭാഗത്ത് കൃത്യമായി കുറച്ച് വരകൾ വരച്ചു. ശേഷം സെൽഫ് ഫ്രാക്ചർ എന്ന എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തു. ഒബ്ജക്ട്സിലെ ക്വിക്ക് എഫക്ട്സിൽ പോയി സെൽഫ് ഫ്രാക്ചർ സെലക്ട് ചെയ്ത് അതിൽ അനോട്ടേഷൻ പെൻസിൽ എന്നത് സെലക്ട് ചെയ്തു. ശേഷം സോഴ്സ് ലിമിറ്റ് 500ഉം നോയ്സ് 1ഉം റിക്കർഷൻ 1ഉം നൽകി ഓക്കെ കൊടുത്തു. ഇപ്പോൾ ഫ്രാക്ചർ ജനറേറ്റ് ആവുന്നുണ്ട്. കുറച്ചുനേരം വെയിറ്റ് ചെയ്തപ്പോൾ എനിക്ക് ആ റിസൾട്ട് കിട്ടി. അങ്ങനെ എന്റെ പില്ലർ എല്ലാം പീസസ് ആയി വന്നു. ഞാൻ വരച്ചതുപോലെ തന്നെയാണ് ആ പീസസ് എല്ലാം വന്നത്. ശേഷം ഞാൻ ഒറിജിനൽ പില്ലർ ഡിലീറ്റ് ചെയ്തു കളഞ്ഞു. ദെൻ സീൻ പ്രോപ്പർട്ടീസിൽ റിജിഡ് ബോഡി വേൾഡ് എനേബിൾ ചെയ്തു. എന്നിട്ട് ഈ പീസസ് എല്ലാം സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റിലെ റിജിഡ് ബോഡിയിൽ ആഡ് ആക്റ്റീവ് കൊടുത്തു. ആ പ്ലെയിൻ സെലക്ട് ചെയ്ത് റിജിഡ് ബോഡിയിലെ ആക്റ്റീവ് മാറ്റി പാസീവ് ആക്കി. അതുപോലെ ബോഡിയും റിജിഡ് ബോഡിയിൽ ആക്റ്റീവ് മാറ്റി പാസീവ് ആക്കി. അനിമേറ്റഡ് എനേബിൾ ചെയ്തു. ദെൻ ഷേപ്പ് കോൺവെക്സ് ഹള്ളിൽ നിന്നും മെഷിലേക്ക് മാറ്റിയിട്ട് ഡിഫോമിംഗ് എനേബിൾ ചെയ്തു. എന്നിട്ട് ഞാൻ പ്ലേ ചെയ്തപ്പോൾ ഡിസ്ട്രക്ഷൻ ആദ്യമേ സംഭവിച്ചു. അപ്പോൾ അത് മനസ്സിലായി ഇതിന്റെ സിമുലേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് 34ാമത്തെ ഫ്രെയിമിലാണ്. വീണ്ടും സീൻ പ്രോപ്പർട്ടീസിൽ വന്ന് സിമുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് 34 കൊടുത്ത് അനിമേഷൻ ബേക്ക് ചെയ്തു. അപ്പോൾ കറക്റ്റായിട്ട് അനിമേറ്റ് ആയി. ഇടിക്കുമ്പോൾ തെറിച്ചു പോകുന്നതിനായിട്ട് ഫോഴ്സ് ഫീൽഡിൽ ചെന്ന് ഒരു ഫോഴ്സ് ഞാൻ ആഡ് ചെയ്തു. എന്നിട്ട് അതിന്റെ ഷേപ്പ് ലൈൻ ആക്കി മാറ്റി സ്ട്രെങ്ത് 200, നോയ്സ് അമൗണ്ട് 2, സീഡ് ഒരു 128, ഗ്രാവിറ്റേഷൻ അബ്സോർപ്ഷനും എനേബിൾ ചെയ്തു. ദെൻ ഞാൻ പ്ലേ ചെയ്തു. എനിക്ക് വേണ്ട റിസൾട്ട് അടിപൊളിയായിട്ട് കിട്ടി. ഇത്രയുമേ ഉള്ളൂ. വീഡിയോ കണ്ടതിന് നന്ദി. ഇനിയും സഹകരണം പ്രതീക്ഷിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.